ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മുടെ PSC ക്ലാസ്സിൻ്റെ ആദ്യ ദിവസമാണ്. ഇന്ന് ട്യൂസ്ഡേ. ഇന്നത്തെ വിഷയം ഇംഗ്ലീഷ്. LP UP സിലബസ് അനുസരിച്ച് ടെൻസ് അഥവാ കാലം ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക്. ഒരു വെർബിന് പ്രധാനമായും 3 ടെൻസുകളാണുള്ളത്: പ്രസൻറ്റ്, പാസ്റ്റ്, ഫ്യൂച്ചർ. അവ ഓരോന്നും വീണ്ടും 4 രൂപങ്ങളായിട്ട് തിരിച്ചിട്ടുണ്ട്: സിമ്പിൾ, കണ്ടിന്യൂസ്, പെർഫെക്റ്റ്, പെർഫെക്റ്റ് കണ്ടിന്യൂസ് എന്നിങ്ങനെ. ഇനി ഓരോ നിലയും ഓരോ രൂപങ്ങളും അവയുടെ ഓരോ വാക്കും ഏത് രൂപത്തിൽ എഴുതാമെന്ന ഘടനയും നോക്കാം. ഓരോ ഉദാഹരണം വെച്ചാണ് ഞാൻ ഈ ടെൻസുകളെ വിവരിക്കാൻ പോകുന്നത്. സിമ്പിൾ പ്രസൻറ്റ്. സിമ്പിൾ പ്രസൻറ്റിൽ ആദ്യം രൂപമായിട്ടുള്ള സിമ്പിൾ പ്രസൻറ്റിൽ നമ്മൾ സബ്ജക്റ്റിനോട് കൂടെ വേർബിൻ്റെ ഏറ്റവും അടിസ്ഥാനമായിട്ടുള്ള രൂപമാണ് ഉപയോഗിക്കുന്നത്. ഉദാഹരണമായി, ബ്രേക്ക് എന്ന ഇംഗ്ലീഷ് വേർഡിൻ്റെ അടിസ്ഥാന രൂപങ്ങളാണ് ബ്രേക്ക്, ബ്രേക്സ്. അത് സബ്ജക്റ്റിനനുസരിച്ച് മാറും. രണ്ടാമത് പ്രസൻറ്റ് കണ്ടിന്യൂസ്. പ്രസൻറ്റ് കണ്ടിന്യൂസിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഘടന ഈസ് ഓർ ആം ഓർ ആർ ബ്രേക്കിംഗ് എന്നാണ്. 3. പ്രസൻറ്റ് പെർഫെക്റ്റ്. പ്രസൻറ്റ് പെർഫെക്റ്റിൽ ഹാസ് ഓർ ഹാവ് പ്ലസ് ബ്രോക്കൺ. ബ്രോക്കൺ എന്നത് അതിൻ്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമാണ്. ക്രിയയുടെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമാണ് പ്രസൻറ്റ് പെർഫെക്റ്റിൽ ഉപയോഗിക്കുന്നത്. 4. പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആണ്. ഇതിൽ ഹാവ് ഓർ ഹാസ് ബീൻ ബ്രേക്കിംഗ് എന്നാണ് ഉപയോഗിക്കുന്നത്. ഇനി ടെൻസിലെ അടുത്ത രൂപമായിട്ടുള്ള പാസ്റ്റ് ടെൻസ് നോക്കാം. സിമ്പിൾ പാസ്റ്റിൽ ബ്രോക്ക് എന്നാണ് എഴുതുന്നത്. ബ്രേക്ക് എന്ന ക്രിയയുടെ സിമ്പിൾ പാസ്റ്റ് രൂപമായിട്ടുള്ള ബ്രോക്കാണ് യൂസ് ചെയ്യുന്നത്. പാസ്റ്റ് കണ്ടിന്യൂസിൽ വാസ് ഓർ വോർ പ്ലസ് ബ്രേക്കിംഗ് ING ഫോം യൂസ് ചെയ്യുന്നു. പാസ്റ്റ് പെർഫെക്റ്റിൽ ഹാഡ് പ്ലസ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമാണ് യൂസ് ചെയ്യുന്നത്, അതായത് ഹാഡ് ബ്രോക്കൺ. അടുത്തത് പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. ഇതിൽ ഹാഡ് പ്ലസ് ബീൻ പ്ലസ് ING ഫോം ഓഫ് ദ വെർബ്, അതായത് ഹാഡ് ബീൻ ബ്രേക്കിംഗ്. ഇങ്ങനെയാണ് പാസ്റ്റ് ടെൻസിൽ ഉപയോഗിക്കുന്നത്. അടുത്ത 2 ടെൻസുകളും അതിൻ്റെ ബാക്കി ഭാഗങ്ങളും ഇതിൻ്റെ തുടർച്ചയായിട്ടുള്ള വീഡിയോയിൽ ഞാൻ പറയുന്നുണ്ട്. അത് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. നിങ്ങൾ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുകയും വേണം. ഓക്കെ, അടുത്ത വീഡിയോയിലോട്ട് കാണാം.